അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മളെ അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചപ്പാത്തി, പൊറോട്ട, പിന്നെ നെയ്ച്ചോറ് എന്നിവയിലേക്കൊക്കെ സൂപ്പറാണ്. പിന്നെ അപ്പോൾ നമുക്കിതിന് ആവശ്യമായ സാധനങ്ങൾ 3 സവാള ചെറുതായി നന്നായി നൈസാക്കി അരിഞ്ഞ് വറുത്ത് കോരി വെച്ചോളൂ. അത് മാത്രമാണ് നമ്മൾ എണ്ണയിൽ വറക്കണ പരിപാടിയുള്ളൂ. ബാക്കി ഒരു എണ്ണ ഇല്ലാത്ത പരിപാടിയാണിത്. അപ്പോൾ പിന്നെ വേണ്ടത് ഒരു 2 വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, മല്ലിയില അത്യാവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പാകത്തിന് ഒക്കെ ചതച്ചെടുത്തത്. പിന്നെ വേണ്ട 1 കിലോ ചിക്കൻ്റെ അളവിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്കുണ്ടാവും പൊടികൾ: കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് കിടക്കുകയാണ്. അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് നല്ല ചൂടായി വരുമ്പോൾ തക്കാളി തന്നെ ആദ്യം തട്ടി കൊടുത്തോളൂ. തക്കാളി തട്ടുമ്പോൾ ശ്രദ്ധിക്കണം, എണ്ണ ഒഴിക്കണ്ട. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് ഒരു നുള്ള് മല്ലിയിലയും കൂടി തട്ടി കൊടുത്താൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചാൽ ആ പച്ചമണം എല്ലാം മാറിക്കിട്ടി. എന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് തട്ടി കൊടുത്തോളൂ. ചിക്കൻ തട്ടി കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി നമ്മൾ 2 ടീസ്പൂണാണ്, 2-2.5 ടീസ്പൂണ് കണക്കിനെടുക്കുക. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഇത് ആദ്യം തട്ടി കൊടുക്കുക. കുരുമുളക് പൊടി അതേപോലെ 2 ടീസ്പൂൺ. നാടൻ മുളക് പൊടി ചേർത്തിട്ടില്ല, കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുരുമുളക് പൊടിയും പച്ചമുളകും ഇതൊക്കെ ഉണ്ടാവേണ്ട അത്യാവശ്യത്തിന് എരിവുണ്ടാവും. അപ്പോൾ നമ്മളൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടി ഈ വറുത്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, തീ അധികം കത്തിക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. ഓവറായിട്ട് തീ കത്തിച്ചാൽ അടി പിടിച്ചു നമ്മുടെ ചിക്കൻ റോസ്റ്റ് പ്രശ്നമാവും. എന്നതിന് ശേഷം പാകത്തിന് വെള്ളം, അതായത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഈ 1 കിലോ ചിക്കനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചൊരു 3/4 വേവായാൽ നമ്മുടെ ബാക്കി വന്ന കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി അങ്ങോട്ട് ചേർക്കുക. എന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് ഈ തൈര് ചേർത്താൽ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും, പിന്നെ വല്ലാണ്ട് ഉടഞ്ഞു പോവുമില്ല. അതിലേക്ക് 1 നുള്ള് മല്ലിയില കൂടി അങ്ങോട്ട് തൂകിയിട്ടോളൂ. എന്നതിന് ശേഷം ബാക്കി വന്ന നമ്മുടെ വറുത്ത് വെച്ച ഉള്ളിയും കൂടി കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി 10 മിനിറ്റ് അടച്ചു വെച്ച്, 10 മിനിറ്റ് വേണമെന്നില്ല, 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡിയായി. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടി കുറച്ചിട്ട് കൊടുത്ത് നന്നായി അടി പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ലാസ്റ്റ് നമുക്ക് വേണ്ടത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. അതൊരു 3/4 ടീസ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡിയായി. ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചോളൂ. തുറന്നു നോക്കിയാൽ നല്ല മണം വരുന്നുണ്ടാവും, അടിപൊളി മണമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂകിയാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഇത് ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിലേക്കും സൂപ്പറാണ്. പുട്ടിന് വേണമെങ്കിൽ പുട്ടിന് എടുക്കാം, നല്ല രസമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമ്മൾ എണ്ണ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ ഇനിയും നമ്മൾ ഒരു വെറൈറ്റികളായിട്ടുള്ള നമുക്ക് കഴിയുന്ന ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.